നമ്മൾ ആക്ച്വലി സ്റ്റാർട്ട് ചെയ്തത് 98-99 സീസൺ പറഞ്ഞോണ്ടാ. ആ സീസണിൽ ട്രബിൾ അടിച്ച ടീമാണ് യുണൈറ്റഡ്. ഇപ്പൊ എന്താ പറ്റിയത്? അത് നീണ്ട കഥയാണ് ബ്രോ. ഗ്ലേസേഴ്സ് ഹാപ്പൻഡ്. അതിനുശേഷം നടന്ന പലവിധ തീരുമാനങ്ങൾ അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള മിസ്മാനേജ്മെന്റ് ആണ് സംഭവിച്ചിട്ടുള്ളത്. 2005 ഒരു ലിവറേജ് ബൈ ഔട്ട് എന്ന് പറഞ്ഞ പരിപാടിയിലൂടെ ഗ്ലേസർ ഫാമിലി, അമേരിക്കൻ ഫാമിലി, അവർ ക്ലബിനെ മേടിച്ചതിന് ശേഷം പിന്നീട് അവിടെ നിന്നുള്ള ഈ ഒരു 10-20 വർഷമായിട്ട് യുണൈറ്റഡ് ഫാൻസ് എല്ലാവരും അനുഭവിക്കുന്നത്. കാരണം അന്ന് അവർ വരുന്ന സമയത്ത് തന്നെ യുണൈറ്റഡ് ഫാൻസ് പ്രൊട്ടസ്റ്റ് ചെയ്തിരുന്നു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് പ്രൊട്ടസ്റ്റുകൾ നടത്താറുണ്ട്. അതിനുശേഷം ഇവർ വിൽക്കാനായിട്ട് റീസെൻ്റ്ലി ഇട്ടു. അപ്പോൾ അതിനുശേഷം പിന്നെ അവർക്ക് ഡബിൾ തിങ്കിങ് ഉണ്ടായി. ആദ്യം നമുക്കൊരു പണി ചെയ്യാം, നമുക്കൊരു ഷെയർഡ് ഓണർഷിപ്പിൽ ഒന്ന് ഓടിച്ച് നോക്കാം. അപ്പോൾ അങ്ങനെയാണ് ബ്രിട്ടീഷ് ബില്യണയർ ആയിട്ടുള്ള ജിം റാറ്റ്ക്ലിഫ് വന്നത്. അദ്ദേഹം വന്നതിന് ശേഷം പിന്നെ കുറച്ചുകൂടി ചേഞ്ച് ഉണ്ടായിട്ടുണ്ട്. കാരണം പുള്ളിക്ക് കുറച്ചുകൂടി ഇതിനെപ്പറ്റി ഒരു വിഷൻ, കുറച്ചുകൂടി ഐഡിയ ഉണ്ട്. പക്ഷെ പുള്ളി പെർഫെക്റ്റ് ആണെന്നല്ല. അത് ഇപ്പൊ പുറത്തേക്കിടാം. കഴിഞ്ഞ സീസണില് പുറത്തേക്ക് ഇറങ്ങി അടി കിട്ടുന്ന അവസ്ഥയായിരുന്നു. അതെ അതെ അതെ. പക്ഷെ ഈ സീസണിൽ കുറച്ച് മാറ്റം വന്നിട്ടുണ്ട്. അവർ ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല. അവരൊറ്റ പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല. അവർ ചെയ്തിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ക്ലബ്ബിൽ നിന്ന് പൈസ എടുക്കുക എന്നുള്ളതാണ്. അവരൊറ്റ പൈസ ക്ലബ്ബിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മളൊരു സ്കൂട്ടർ മേടിക്കുന്ന പോലെ, ഇപ്പോൾ ഒരു നോ ഡൗൺ പേയ്മെന്റിൽ സ്കൂട്ടർ മേടിക്കുന്ന പോലെ അതേ സെയിം പരിപാടിയാണ് അവർ ചെയ്തത്. ക്ലബ്ബിന് 2005 മേടിക്കുന്ന സമയത്ത് ക്ലബ്ബിന് യാതൊരു ഡെപ്റ്റ് ഉണ്ടായില്ല. പക്ഷെ ഇവർ വന്നു ക്ലബ്ബിനെ വെച്ചിട്ട് 900 million ലോൺ വെച്ചിട്ട് മേടിച്ചു. അപ്പോൾ ഇന്ന് ക്ലബ്ബ് ഡെപ്റ്റ് പേ ചെയ്യുന്നു. അതുപോലെ തന്നെ ഇവരുടെ ഷെയർ ഹോൾഡർ പ്രൈസ് എന്നും പറഞ്ഞാൽ അവർ ക്യാഷ് എടുക്കും. പിന്നെ അതുപോലെ ഇവർ ട്രാവൽ ചെയ്യുന്ന മറ്റേ ജെറ്റും ഇതൊക്കെ അമേരിക്കയിൽ നിന്ന് ഇംഗ്ലണ്ടിലേക്ക് ട്രാവൽ ചെയ്യുന്നതൊക്കെ ക്ലബിൻ്റെ മുകളിലാണ്.